ഒരു ചെറിയ ഗ്രാമം. സ്കൂളിന് പുറത്തുള്ള ബസ് സ്റ്റാൻഡിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ. ചുണ്ടിൽ 14-ാം വയസ്സിന്റെ കവിളിനും കണ്ണിനുമിടയിൽ കൃത്യമായി പെട്ടുനിൽക്കുന്ന നിർഭാഗ്യത്തെപ്പോലൊരു നിശബ്ദത. അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ നിന്നു ഒരാൾ പോലും അവനുമായി നേരിട്ട് സംസാരിക്കില്ല. കളിക്കാനായാലും കൂട്ടായ്മക്കായാലും അവനെ ഒഴിവാക്കും. അവന്റെ പേര് ആനന്ദ്. ഒരു അതിപാവപ്പെട്ട കുടുംബം. മാതാവിന്റെ ശമ്പളം കൊണ്ട് ജീവിതം. പിതാവ് കുടിയാനാണ്. വാക്കുപയോഗിച്ച് മർദ്ദിക്കുന്ന ഒരാൾ. ഒരു ദിവസം ക്ലാസ് ടീച്ചർ ചോദിച്ചു, നീ ജീവിതത്തിൽ എന്താകാൻ ആഗ്രഹിക്കുന്നു? കുട്ടികൾ ആകാംക്ഷയോടെ ഉയർന്ന സ്വപ്നങ്ങൾ പറഞ്ഞു. ആനന്ദ് നിശ്ശബ്ദമായിരുന്നു. നിനക്ക് ആവാനുണ്ടോ എങ്കിലും? ടീച്ചർ ചോദിച്ചു. ആനന്ദ് നിലത്തുനോക്കി പറഞ്ഞു, അവൻ പോലൊരു മനുഷ്യനാവണം. എവിടെയോ നിന്നൊരു ആൾദൈവത്തെപ്പോലെ കാണുന്ന അവനെ മറക്കാനാകാത്ത ഒരാൾ. എന്തിനാണതല്ലേ? അവനൊരിക്കൽ ബസ്സിൽ കയറിയപ്പോഴാണ് ആനന്ദ് അവനെ കണ്ടത്. ഒരു കറുത്ത ചെരിപ്പ്, കണ്ണിൽ ആത്മവിശ്വാസം, സീറ്റ് വിട്ട് ഒരുവനോട് ചിരിച്ച് സംസാരിച്ചിരുന്ന അദ്ദേഹം. ആനന്ദ് അതൊരു ജീവിതപാഠമായി എടുത്തു. വഴിതിരിവ്. കൂടുതൽ ആരും കാണാത്ത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആനന്ദ് പഠിച്ചു. വീടില്ലാതെ നിലത്ത് കിടന്ന് പുസ്തകങ്ങൾ വായിച്ചു. ഒരുത്തർക്കും മനസ്സിലായില്ല ആനന്ദ് എന്താണ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ കഞ്ഞിവാരി അയാൾ മനസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ദിവസം എനിക്കുവേണ്ടി ലോകം കാത്തുനിൽക്കും. ഇപ്പോൾ ഞാൻ ലോകത്തെ നോക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ടി.വി. ഡിബേറ്റ്. ഒരു യുവനേതാവ്. അതേ ആത്മവിശ്വാസം, അതേ സ്വഭാവം. അവൻ ആനന്ദ് തന്നെ. ആ ഗ്രാമം, ആ സ്കൂൾ, ആ ടീച്ചർ, എല്ലാവരും അവനെ അറിയുന്നു. ഇപ്പോൾ അവനെ അല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഒരുനാൾ ഒരു പരിപാടിയിലേക്കുള്ള ചീഫ് ഗസ്റ്റായി ആനന്ദെത്തി. അവിടെ മുൻപത്തെ ടീച്ചർ. അവരെ കണ്ട് ആനന്ദ് പറഞ്ഞത്, എനിക്ക് ആവാമെന്ന് ആരും വിശ്വസിച്ചില്ല, എന്നാൽ ഞാൻ വിശ്വസിച്ചു. അതുമതിയായിരുന്നു.